എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോണ്ട്രി ബാസ്ക്കറ്റാണ്, സ്റ്റിച്ചിങ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട്, ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മളിന്ന് തുണിയിലാണ് തയ്ച്ചെടുക്കുന്നത്. ഇതൊരു പഴയൊരു ഷോളാണ് കേട്ടോ. ഷോളെന്നല്ല, ഏതൊരു പഴയ തുണി എടുത്താൽ ഇത് നമുക്ക് വീട്ടിൽ നിമിഷം നേരം കൊണ്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടി ഇതുപോലത്തെ അരിച്ചാക്ക് വേണം കേട്ടോ. ആ അരിച്ചാക്ക് ഞാൻ ഇന്ന് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇത് വലിയൊരു അരിച്ചാക്കാണ് കേട്ടോ. അതിനകത്തുനിന്ന് ഒരു ഭാഗം നല്ല കട്ടിയുണ്ട്, ഒരു ഭാഗം കട്ടി കുറവാണ്. അപ്പോൾ ആ കട്ടി കുറഞ്ഞ ഭാഗം ഞാനിത് 2ആയിട്ട് മടക്കിയിട്ട് ഇതൊന്ന് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഇച്ചിരി വലുപ്പമുള്ള റൗണ്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ എടുത്തോളുക. അതിങ്ങനെ റൗണ്ടായിട്ട് വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 റൗണ്ടിലുള്ള പീസാണ് കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരെണ്ണം മതി. ഇത് ഞാൻ 2 കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാക്കിൻ്റെ ഒരു ഭാഗം നല്ല കട്ടിയുണ്ടല്ലോ, ഈ ഒരു ഭാഗം കട്ടി കുറവാണ്. അതുകൊണ്ട് 2 പീസ് കൂടെ വെച്ച് തയ്ക്കുമ്പോഴത്തേനും നല്ല കട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ 2 പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിലും മതി കേട്ടോ. ഇനി നമുക്കിത് നേർ പകുതിയായിട്ടൊന്ന് മടക്കാം. നേർ പകുതിയായിട്ട് മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് മടക്കിയ ഒരു സ്ഥലത്ത് നമുക്കിതുപോലെ ചോക്ക് വെച്ചോ സ്കെച്ചും കൊണ്ടോ ഒന്ന് അടയാളം ചെയ്യണം. അടയാളം ചെയ്തിട്ട് നമ്മുടെ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് ഇതാ ഇതുപോലെ അളന്ന് നോക്കണം. ഇതാ നമ്മൾ ആ ചോക്കും കൊണ്ട് ഒരിടത്ത് അടയാളം ചെയ്തിരിക്കുന്ന അവിടം തൊട്ട് ടേപ്പ് ഇങ്ങനെ റൗണ്ട് അടിച്ച് അതിന് എത്ര വട്ടം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. ഇത് ഇങ്ങനെ അളന്ന് കഴിയുമ്പോൾ എത്ര ഇഞ്ചുണ്ടോ നമുക്ക് കിട്ടുന്ന അത്രയും ഇഞ്ചിലുള്ള നീളത്തിൽ നമുക്ക് തുണി എടുക്കണം. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ റൗണ്ടിൽ അളന്ന് നോക്കുന്നത്. തുണി മാത്രമല്ല, ഈ ഒരു നീളത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റൗണ്ടിൽ കട്ട് ചെയ്ത് ചാക്കും എടുക്കണം. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ 44 ഇഞ്ച് അതിൻ്റെ റൗണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിച്ചാക്ക് എടുത്തിട്ട് ഞാനൊന്ന് 2ആയിട്ട് മടക്കി. നമുക്ക് അരിച്ചാക്ക് ഫുള്ള് നീളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഇഞ്ച് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അരിച്ചാക്ക് ഞാൻ 2ആയിട്ട് മടക്കിയിട്ട് അത് നേർ പകുതിയാക്കാൻ പോവാണ്. നേർ പകുതി ആക്കിയിട്ട് അത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇറക്കമാണ്. അങ്ങനെ നേർ പകുതി വരുമ്പോൾ അതിൻ്റെ ഇറക്കം നോക്കിയപ്പോഴത്തേനും വരുന്നത് 18 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 18 ഇഞ്ച് നമുക്ക് കിട്ടും. പിന്നെ ഇതാ അതിൻ്റെ വീതി വരുന്നത് ഒരു സൈഡിൽ നിന്ന് വരുന്നത് 22 ഇഞ്ചുണ്ട്. അപ്പോൾ ആ 22 ഇഞ്ച് ഈ പീസ് തമ്മിൽ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും വീണ്ടും 22 ഇഞ്ചും കൂടെ കിട്ടും. അപ്പോൾ കറക്റ്റാണ് നമുക്ക് വരുന്നത് 44 ഇഞ്ച് കിട്ടും. അതിനകത്ത് സ്വല്പം ഒരു 1/4 ഇഞ്ച് 2 സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പോകുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അരിച്ചാക്ക് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നേരെ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് നീളത്തിൽ കൊണ്ടുവരണം. അന്നേരം നമ്മുടെ 44 ഇഞ്ച് നീളത്തിൽ ഈ ചാക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് അരിച്ചാക്ക് 2 പീസും കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് 44 ഇഞ്ച് നീളം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് തയ്ക്കാനായിട്ട് എടുക്കുന്ന തുണി, ഏത് തുണിയാണേലും ആ ഒരു തുണി നമുക്കിപ്പോൾ 44 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ അരിച്ചാക്ക് ഇതുപോലെ എടുത്ത് വെക്കുക. തുണിയുടെ മേളിലേക്ക് എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷോളാണെന്ന് പറഞ്ഞല്ലോ, ആ ഷോള് ഞാൻ നേരെ ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ അരിച്ചാക്ക് വെച്ചിട്ട് ഞാൻ ഈ ഷോളിൽ നിന്ന് ഈ സെയിം ആയിട്ടുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ലൈനിങ്ങും കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചാക്ക് കാണാതിരിക്കാൻ വേണ്ടി ഉൾഭാഗത്തും പുറമേയും കൂടെ ഇടാനായിട്ട് 2 പീസ് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കൂടെ ഇപ്പോൾ പറഞ്ഞു തരാവേ. നമ്മുടെ അരിച്ചാക്ക് താഴെ വെച്ചു. അതിൻ്റെ മേളിൽ നമ്മുടെ ഷോളിൻ്റെ തുണി 2 പീസും ഒരേപോലെ തന്നെ നമ്മുടെ അരിച്ചാക്കിൻ്റെ മേളിലേക്ക് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് ആ മേള് വശത്തുനിന്ന് നേരെ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് ഉൾഭാഗത്തേക്ക് ആക്കണം. ഒരു പീസ് ഇപ്പുറവും വരും, ഒരു പീസ് അപ്പുറവും വരും. അപ്പോൾ ആ മേളിലത്തെ തയ്യൽ തുമ്പ് കാണാതെ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ മേളിൽ വരുന്ന റൗണ്ട് ഭാഗം ഈ ഒരു ഭാഗമായിട്ട് വരും. എന്ന് വെച്ചാൽ ബോർഡർ വരുന്ന ഭാഗം മേളിൽ വശമായിട്ട് വരും. അപ്പോൾ അത് ഞാൻ തയ്ക്കാൻ നേരത്ത് വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ റൗണ്ടിൽ താഴെ നമ്മൾ ആദ്യം വെട്ടിയെടുത്തില്ല, റൗണ്ടിലുള്ള അരിച്ചാക്ക് വെട്ടിയെടുത്തില്ലേ, അപ്പോൾ അതേപോലത്തെ തന്നെ ഇനി നമുക്ക് ലൈനിങ് തുണിയും വേണം. പിന്നെ അതുപോലെ തന്നെ റൗണ്ടിൽ അല്ലാതെ ഒരു പീസ് തുണിയും കൂടെ വേണം. അപ്പോൾ നമ്മുടെ ഷോളിൻ്റെ ബാക്കി വീണ്ടും 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിച്ചാക്ക് എടുത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ 2 പീസ് റൗണ്ടിലുള്ള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ പീസ് നമ്മൾ തയ്ച്ചിട്ട് ഉൾഭാഗത്താക്കും നമ്മുടെ അരിച്ചാക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ
അരിച്ചാക്ക് താഴെ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഷോളിൻ്റെ 2 റൗണ്ടിലുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 പീസും ഇതുപോലെ അതിൻ്റെ മേളിൽ വെച്ചിട്ട് കുറച്ച് സ്ഥലം തയ്ക്കാതിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം റൗണ്ടിൽ തയ്ച്ചിട്ട് പിന്നെ നമ്മൾ ആ തുണി തിരിച്ചെടുക്കുമ്പോഴത്തേന് അരിച്ചാക്ക് ഉൾഭാഗത്താകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ നല്ല വശത്തൂടെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആ ലൈൻ വഴി സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ നമ്മുടെ അരിച്ചാക്കും തുണിയും കൂടെ ഒന്നിച്ച് ഇരിക്കുകയുള്ളൂ, അതുപോലെ നല്ല ബലമായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സ്ഥലം ഓപ്പൺ ആക്കി ഇട്ടിട്ടാണ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതിനുശേഷം എക്സ്ട്രാ ഉള്ളതൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ. തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ നമ്മൾ തിരിച്ചെടുക്കുന്ന കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ, അതിഞ്ഞ് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ട് ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കണം. ഇപ്പോൾ ആ ഓപ്പൺ ആയിരുന്ന ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഞാൻ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ ഞാൻ ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അടയാളം ചെയ്ത് കാണിക്കുന്നത്. അതിലേ വേണം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരാം. അടുത്ത നമുക്ക് തയ്ക്കാനുള്ളത് നമ്മൾ നീളത്തിൽ നമ്മൾ ചാക്ക് കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, പിന്നെ 2 പീസ് നീളത്തിൽ തുണി എടുത്തിട്ടുണ്ടല്ലോ, ഒരുപോലെ വെച്ചിട്ട് ചാക്കിൻ്റെ മേളിലേക്ക് നീളത്തിൽ തയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ ഇതാ ചാക്കിൻ്റെ മേളിൽ വശത്തായിട്ട് ആ തുണി 2ഉം കൂടെ ഒരുപോലെ വയ്ക്കുക. ആ ബോർഡർ ഭാഗമാണ് മേളിൽ വരുന്ന പോലെ വയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ നേരെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് ഉൾഭാഗത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് നമ്മളിതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതാ 3 പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് മേൽവശത്തുനിന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളിതാ ഷോളിൻ്റെ ഒരു പീസ് ഇതാ ആ ചാക്കിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കുകയാണ് കേട്ടോ. ഉൾഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മേളിൽ കൂടെ പതിച്ച് വയ്ക്കണം എന്ന് പറഞ്ഞില്ലേ. ഇപ്പം നമ്മുടെ ചാക്ക് നടുക്ക് ഭാഗത്തായി. ഇപ്പോൾ അപ്പുറവും ഇപ്പുറവും നമ്മുടെ ഷോളിൻ്റെ തുണിയായി. അപ്പോൾ ആ ബോർഡർ ഇതുപോലെ മേളിൽ വശം വരികയും ചെയ്യും. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നമുക്കൊന്ന് പതിച്ചു കൊടുത്തയക്കാം. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ 3 പീസും കൂടെ ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് തൈലോട് ഉണ്ട് കേട്ടോ. നമുക്ക് സ്കെയിൽ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇടയ്ക്കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്തില്ല, നമ്മുടെ ചാക്കും തുണിയും കൂടെ ഒരുമിച്ച് ബലമായിട്ടിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തില്ല. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ഇതിൻ്റെ നല്ല വശത്തുകൂടെ നേരെ അങ്ങ് സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്ന കാണിക്കുന്നില്ല, ഇതുപോലെ ലൈൻ ഇട്ട് കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈൻ ഇട്ട പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ നേരെ നമുക്കൊന്ന് തയ്ച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇതും ഞാനിവിടെ കാണിക്കില്ല, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ച്ചുകൊണ്ട് ജോയിൻ്റ് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ ഇതാ ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്തോ കാര്യം എന്നറിയാമോ, നമ്മുടെ റൗണ്ടിലുള്ള പീസും ഈ ഒരു പീസും കൂടെ ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ. നല്ല വശമാക്കി എടുക്കണം.
അപ്പോൾ അരിശാക്കായതുകൊണ്ട് നല്ല ബലമുണ്ട് കേട്ടോ. ഇത് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ താഴ്വശമൊക്കെ നല്ല റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ചെറിയ 2 വള്ളിയും കൂടെ പിടിപ്പിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ 2 വള്ളിയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിൻ്റെ പുറത്ത് ഭാഗത്തു നിന്നാണ് ആ വള്ളി അങ്ങ് തയ്ച്ച് വെക്കുന്നത് കേട്ടോ. ഇതാ ഞാൻ ആ വള്ളി എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ വള്ളി അധികം നീളമൊന്നുമില്ല, നമുക്കൊന്ന് കൈ കൊണ്ട് ഇതൊന്ന് തൂക്കി എടുത്ത് കൊണ്ട് വെക്കാമെന്നുള്ള നീളത്തിലാണ് വള്ളി എടുത്ത്. ഇതുപോലെ പുറം ഭാഗത്തായിട്ട് ഇത് നമുക്ക് 2 സൈഡിലായിട്ട് ഒരേ വശം വരുന്ന പോലെ അങ്ങ് 2 സൈഡിലും അങ്ങ് പുറത്തുനിന്ന് അങ്ങ് തയ്ച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ 2 സൈഡിൽ വള്ളിയൊക്കെ തയ്ച്ച് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ തുണിയും കൊണ്ടുള്ള ലോണ്ട്രി ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഴുക്കാവുന്ന തുണികളെല്ലാം നമുക്ക് ഇതിലിട്ട് വയ്ക്കാൻ കഴിയുന്ന സമയമാകുമ്പോൾ എടുത്തുകൊണ്ട് പോയാൽ മതി. ഇതോടുകൂടി തന്നെ ഒരു പൈസ പോലും ചിലവില്ലാതെ അടിപൊളിയായിട്ട് നമ്മൾ തുണിയിൽ ചെയ്തെടുത്ത ലോണ്ട്രി ബാസ്ക്കറ്റ് ഇതുവരെയും ആരും ഇത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിത് സാധാരണ മെഷീനിലാണ് നമ്മൾ ചാക്ക് വെച്ചിട്ടും ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ചില കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടാകും, അതാ മെഷീനിൽ ഇതുപോലെ അരിച്ചാക്കൊക്കെ വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റുമോ എന്ന്. ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ മെഷീൻ കവർ തയ്ച്ച സമയത്ത് 1-2 കൂട്ടുകാർ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. നമ്മുടെ സാധാ മെഷീനിൽ നമുക്ക് അരിച്ചാക്ക് ഉപയോഗിച്ച് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.